ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കുക. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കും ഒക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാന്നുള്ള രീതിക്ക് ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ആള്, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയാ, അവർക്കിപ്പോൾ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളാക്കണം. വർഗീയ നമ്മളിപ്പോ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത്. ഇത് കേരളത്തിന് ഇടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം. അല്ല, വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല. ഇത് കുറച്ച് എന്താ പറയുക, പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇപ്പം ജനങ്ങളിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പം അതിൽ നിന്ന് കുറേ പാകപ്പഴൊക്കെ അതിലുണ്ടേനി, കുറേ കാര്യങ്ങൾ എത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉണ്ടായുള്ളൂ. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം. അവിടെയുള്ള നല്ല നല്ല അവിടെ പണിയെടുത്തിക്കണ് നമ്മൾ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കണ് ജിതിൻ്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരു അളിയന്മാരും ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയുക, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പം ഇവനക്ക് ഇത്ര പരിധി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും, ഒരാളും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ്സും ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ്, അങ്ങോട്ട് ഇതായിപ്പോയത്. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണേ, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യുന്നേ വേണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാ ഓക്കെ, ഇവൻ ഒഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ്.
സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫാൾട്ട് ഒരു എന്താ പറയുക ആളുകൾക്കും ഉണ്ടാവും. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, ആർക്കും പറ്റും. നമ്മളെ അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലല്ലോ നമ്മള്. ഇതിന് എന്താ പറയുക ഇനി അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പോരുത്. ഈ കമന്റ്, ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരളം കണ്ട സൂപ്പർ കമന്റ് ആയിരിക്കണം. അതായിരിക്കും. മുബിൻ എന്ത് പറയാനുള്ള മുബിനെ? ഇത് നമ്മളൊരു സാഹോദര്യത്തിന്റെ ഒരു പ്രതീകമാണ്. നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല, നിലവിലും ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല, മുബീൻഖാനെ കുറിച്ചൊക്കെ കാര്യം പറയാനുള്ളത്, ഞങ്ങള് പിന്നെ മനാഫ്ഖാന്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട്. ഇനി ഞാനും മുബീൻഖാൻ എനിക്ക് പിന്നെ അർജുന്റെ ഒരു മാതിരിയുള്ളൊരു ഫീല് തോന്നി. അത്രയും ആത്മബന്ധം ഒരേ റൂമിൽ താമസിച്ച് ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിനും എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഒരുമിച്ച് ഉണ്ടാവുന്ന ആൾക്കാർക്ക് നമ്മൾ